വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ച തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നരേന്ദ്രമോദി സർക്കാരിനുണ്ടെന്ന് BMS സംസ്ഥാന സമിതി അംഗം MP ചന്ദ്രശേഖരൻ. കേന്ദ്ര സർക്കാരിന്റെ മുൻപാകെ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി BMS ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. EPF പെൻഷൻ മിനിമം 5000 രൂപയാക്കുക, EPF ശമ്പള പരിധി 30,000 രൂപയാക്കി ഉയർത്തുക, ESI ശമ്പള പരിധി 21,000 നിന്നും 42,000 രൂപയാക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാനുള്ള നിലപാടിൽ നിന്നും കേന്ദ്രം പിന്മാറുക, അങ്കണവാടി ആശാവർക്കർ ജീവനക്കാർക്ക് വേതനവും സംരക്ഷണവും ജീവനക്കാരുടേതിന് തുല്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദേശവ്യാപകമായി പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് BMS ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സായാഹ്ന ധർണ നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് MP റിജികുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം MP ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. രൂപ ശമ്പളം വാങ്ങിക്കുന്ന തൊഴിലാളിയുടെ EPF കണക്കാക്കുമ്പോൾ 15,000 രൂപ കണക്കാക്കും. ഈ 15,000 രൂപയുടെ 12% ചേർത്ത് 24% EPF പദ്ധതിയിലേക്ക് അടയ്ക്കും. അവിടെയാണ് പ്രശ്നം. അവിടെ നമ്മൾ പറയുന്നത് തൊഴിലാളിയുടെ മുഴുവൻ ശമ്പളവും EPF-ന്റെ പരിധിയിൽ വരണം. അങ്ങനെ വന്നാൽ ഇന്ന് തൊഴിലാളിക്ക് ലഭിക്കുന്ന ഈ 1000 അതിന്റെ 4 ഇരട്ടി 5 ഇരട്ടി വർദ്ധിക്കും. അതുകൊണ്ട് കാലാനുസൃതമായ വർധനവ് ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ വരുത്തണം എന്നുള്ളതാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത്. അത് നിയമത്തിൽ മാറ്റം വരുത്തിയാൽ മതി. അതിന് നിയമപരമായ തടസ്സങ്ങളില്ല. സ്വാഭാവികമായും നിയമത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് കാലാനുസൃതമായ വർധന വരുത്തുവാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. ജില്ലാ സെക്രട്ടറി KC സിനീഷ് കുമാർ, ദേശീയ സമിതി അംഗം NB ശശിധരൻ, B വിജയൻ, VN രവീന്ദ്രൻ, SG മഹേഷ്, PP ഷാജി തുടങ്ങിയവർ സംസാരിച്ചു.